പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ കേട്ടു, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കേട്ടു, നമ്മൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ അത്യന്താധുനിക കമ്പ്യൂട്ടർ കാലഘട്ട യുഗത്തിൽ, ഈ യുഗത്തിൻ്റെ അന്ത്യ കാലഘട്ടത്തിൽ നാം എല്ലാ വിധത്തിലും ദൈവിക സന്ദേശത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ദൈവവചനത്തിൻ്റെ 3 തലങ്ങൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിലെ ഒരു ഡയമെൻഷൻ അഥവാ പൊസിഷൻ അഥവാ പശ്ചാത്തലം എന്ന് പറയുന്നത്, ജ്ഞാനത്താൽ വചനങ്ങൾ എഴുതപ്പെട്ടു. അത് 3000-2000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടു. എന്നാൽ അതിൻ്റെ അറിവിൻ്റെ തലം വരാൻ 2000-3000 വർഷങ്ങൾ ലോകം കാത്തിരിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ഹൈപ്പർസോണിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, യന്ത്രത്തോക്കുകൾ, അതൊക്കെ നമുക്കറിയാം ഉണ്ടാക്കപ്പെട്ടിട്ട് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 100 വർഷമോ 120 വർഷമോ ഒക്കെ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ചും എയർ റോബോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല അത് നിർമ്മിക്കപ്പെട്ടിട്ട്. അതിൽ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന സംഭവം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപകടാവസ്ഥയും നന്മയും ഒരർത്ഥത്തിൽ ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. പക്ഷേ അത് ആത്യന്തികമായ ഫലം വന്നു കഴിയുമ്പോൾ, ലോകത്തിന് ആത്യന്തികമായ ഫലം വന്നു കഴിയുമ്പോൾ, ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന്, രാഷ്ട്രത്തിന് അതിൻ്റെ അവസാന ഫലം നന്മ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നത് അതിൻ്റെ നന്മയുടെ 10 ഇരട്ടി തിന്മയായിട്ടാണ് വരിക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൊബൈൽ ഫോണിൻ്റെ അടിമത്വത്തിലേക്ക് ലോകം പോയി എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ സാമൂഹിക തിന്മകളും കുടുംബ തകർച്ചകളും സഭാ തർക്കങ്ങളും എല്ലാം. നല്ലതാണ്, ഇതൊത്തിരി കാര്യങ്ങൾ ലോകത്തോട് സുവിശേഷം പറയാൻ ഉപയോഗിക്കാം. അമേരിക്കയിലിരിക്കുന്ന ആളിനോട് സംസാരിക്കാം, കണ്ടു സംസാരിക്കാം, പെട്ടെന്ന് സന്ദേശങ്ങൾ കൈമാറാം, ഗൂഗിൾ പേ കൊണ്ട് പണം പെട്ടെന്ന് അയക്കാം. അങ്ങനെ ഒരുപാട് നന്മയുണ്ട്. എന്നാൽ അതോട് തത്തുല്യമായി, അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ ഒരു നാശവും ഇതോട് ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ അഥവാ അറിവിൻ്റെ തലം എന്നത് ജ്ഞാനത്തിൻ്റെ തലത്തേക്കാൾ നശീകരണ ശക്തിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉറവിടമാണ്. നമുക്കറിയാം, കറണ്ട് തൊട്ടാൽ എന്ത് സംഭവിക്കും? ഷോക്ക് അടിച്ച് മരിക്കും. വിമാനത്തെ താഴെ വീണാൽ മരിക്കും. വിമാനത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിമാനത്തെ താഴെ വീണാൽ അത് റോക്കറ്റ് ബഹിരാകാശത്ത് പോയിക്കൊണ്ട് അല്പം പ്രശ്നം പറ്റിയാൽ അത് താഴേക്കും, അതിന് താഴെ മുഴുവൻ മരിക്കും. അപ്പോൾ എത്തിയാൽ നന്മ വന്നാൽ വന്നില്ലെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ സിസ്റ്റത്തിൽ തന്നെ, അതിൻ്റെ സംവിധാനത്തിൽ തന്നെ, അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ തന്നെ അതിൻ്റെ നാശം അതിൽ ഡെപ്പോസിറ്റഡാണ്. അണുബോംബ് പൊട്ടിയാൽ അതിൻ്റെ അഗ്നി പുറത്തു വരും എന്നതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നാശവും അവസാനമാണ്. അതുകൊണ്ടാണ് ലോകാവസാനം എന്ന സത്യത്തിൽ വരുന്നത് ഹൈപ്പർസോണിക് മിസൈൽ, ബഹിരാകാശത്ത് ആയിരക്കണക്കിന് ആണവ ബോംബുകൾ പൊട്ടുമെന്ന് വിശുദ്ധത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 7 ദിവസത്തെ സൂര്യൻ്റെ ശോഭ 1 ദിവസം എന്ന് വരും എന്ന് ഇതിനകത്ത് എഴുതി വരും, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലവും അറിവിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനതലവും കൂടെ ഒന്നിച്ചു കൂടുന്നിടത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ അഥവാ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രതീകാത്മക അർത്ഥങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടതിന് പകരം അതിൻ്റെ യാഥാർത്ഥ്യ മുഖത്തെ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായ ലോകത്തിലെ കുടുംബ തകർച്ച അഥവാ ദാമ്പത്യ തകർച്ച നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിൻ്റെ അടിസ്ഥാന റീസൺ, ബേസിക് റീസൺ അഥവാ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ കൂടെയുള്ള അതിനാവശ്യമില്ലാത്ത പ്രോഗ്രാമുകൾ കാണുന്നതുകൊണ്ടാണ് നമുക്കറിയാം. എന്നതുപോലെ തന്നെ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നതാണ് 1 ബ്രെയിൻ ചിപ്പുകൾ, 2 666-ൻ്റെ സാത്താൻ്റെ മുദ്രകൾ, 3 ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ദോഷങ്ങൾ. ഒപ്പം നന്മയും ഉണ്ടാവാം, പക്ഷേ ദോഷമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതായത് ആധുനിക സോദോം ഗൊമോറ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, എടുക്കും. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ആ വിഷയം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനത്തെ നമ്മളൊന്ന് കാണേണ്ടതും കേൾക്കേണ്ടതുമാണ്. അതിന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഒന്ന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ കാണുന്നു: മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. എന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പറയാണ്, എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വെളിപാട് 13:12 ഇങ്ങനെ പറയാണ്: അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. മൃഗത്തിനു മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. അപ്പോൾ ഭൂവാസികളെ വഴിതെറ്റിക്കുക എന്നുള്ളത് ഈ സംവിധാനങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന സത്യമാണ്. നാം വിചാരിക്കുന്നത് നമ്മളെ രക്ഷിക്കുക, നമ്മളെ പരിപാലിക്കുക, നമ്മളെ ഉയർത്തുക, നമ്മളെ ഉണർത്തുക, നമ്മളെ രക്ഷിച്ച് വളരെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പെട്ടെന്ന് ആശയങ്ങൾ കൈമാറാമെന്നൊക്കെ വിചാരിച്ചാണ് മൊബൈൽ ഫോണുകൾ മേടിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്തായി? കുടുംബത്തകർച്ച. കുഞ്ഞുങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണുന്നു. കുഞ്ഞുങ്ങൾ 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ പഠിക്കുകയും അറിയുകയും ചെയ്യാം. അതിനകത്തേക്ക് ആഴത്തിൽ കണ്ണു നട്ടിരിക്കുകയാണ്. അങ്ങനെ തലവേദന ഉണ്ടാകുന്നു, കണ്ണുവേദന ഉണ്ടാകുന്നു, വിശപ്പ് കുറയുന്നു, ഉറക്കം കുറയുന്നു, ആഹാരം കുറയുന്നു, അക്രമാസക്തരാകുന്നു, കൊലപാതകം ചെയ്യുന്നു, വഴിവിട്ട വ്യഭിചാരത്തിൻ്റെ ആസക്തിയുടെ പുറകെ പോകുന്നു, വഴിവിട്ട ലൈംഗിക ആസ്വാദനത്തിൻ്റെ പുറകെ പോകുന്നു, കുടുംബത്തകർച്ച, സമൂഹത്തകർച്ച, വ്യക്തിജീവിത തകർച്ച, അസ്വസ്ഥത പൂർണ്ണതയിലേക്ക് ലോകം എത്തപ്പെട്ടത് നാം കണ്ടതുപോലെ തന്നെ അറിവിൻ്റെ മറ്റ് തലങ്ങൾ കൂടി നമ്മുടെ മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ പ്രതീകാത്മകത നഷ്ടപ്പെടുകയും അതിൻ്റെ ഒറിജിനാലിറ്റി കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ റിയാലിറ്റിയെ കാണുകയും ചെയ്യുമ്പോൾ അതൊരു ഏറ്റവും വലിയ ഭയാനകമായ സ്വതവും ഗോമറയായിട്ട് നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ടാണ് കർത്താവിനെ ഇനി ഒരു സർപ്പ ആരാധന, അത് അവർ മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. അപ്പോൾ മൃഗം എന്ന് പറയുന്നത് കൊല്ലുവാൻ കഴിയുന്ന ആശയം, കൊല്ലുവാൻ അധികാരമുള്ള രാഷ്ട്രം, കൊല്ലുവാൻ കഴിയുന്ന ശക്തി, കൊല്ലുവാൻ കഴിയുന്ന കൊലപാതകത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അത് കൊറോണ പോലത്തെയുള്ള പകർച്ചവ്യാധികളാകാം, യുദ്ധങ്ങളാകാം, ആശയപരമാകാം, ദുരാത്മാവിനെ അയച്ചു തന്നെ ആത്മാക്കൾ കൊല്ലുന്ന പ്രവൃത്തിയാകാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുന്നതാവാം, അവൻ ആത്മഹത്യ പ്രേരണത കൊടുക്കുന്നതാവാം. പ്രത്യേകിച്ച് നമ്മളൊരു ഓജോ ബോർഡ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ കാണരുതെന്നൊക്കെ ഇതിനകത്ത് യൂട്യൂബിനകത്ത് വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ? കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കരുത്, 15 വയസ്സിന് താഴെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന താഴെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എഴുതുന്ന സാങ്കേതിക വിദ്യ പറയുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ അടിമത്തിൽ ഇപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി നഷ്ടപ്പെടും, അവരുടെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നീങ്ങും, വഴിവിട്ട ജീവിതത്തിന് അവർ ഇടവരും. അതൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിനെ ഉപയോഗിക്കരുത്, നോക്കരുത്, കാണരുത് പറയുന്നതിന് കാരണം എന്താണെന്ന് എല്ലാ വ്യക്തികൾക്കും അറിയാം. എന്നതുപോലെ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ പശ്ചാത്തലങ്ങൾ മാറും, നമ്മുടെ ആത്മാവിൻ്റെ നിജസ്ഥിതികൾ മാറും, നമ്മുടെ മാനസികാവസ്ഥ മാറ്റം വരും, നമ്മുടെ വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ കടന്നുകൂടും, നമ്മുടെ വ്യക്തിത്വത്തിന് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ വൈകാരിക ഇമോഷൻ കൂടും. എന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ അളവ് കൂടും, ദുഷ്ടതയുടെ അളവ് വർദ്ധിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ നമ്മളൊരു വാർത്ത കേട്ടു, ഒരു അമ്മയെ മകൻ കൊന്ന വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തുകൊണ്ടാണിത്? മനസ്സിൻ്റെ വിക്ഷോഭം, കോപത്തിൻ്റെ ദുരാത്മാവ് കയറി. അത് മദ്യപാനം, പുകവലി, മറ്റ് മയക്കുമരുന്നിൻ്റെ അടിമത്തത്തെക്കാളേറെ കോപത്തിൻ്റെ ദുഷ്ടാത്മാവ് അവനിൽ കയറിക്കൊടുപ്പോൾ അവന് നന്മ തിന്മകളെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം പെറ്റു വളർത്തിയ അമ്മയാണോ, സ്വന്തം അമ്മയാണോ, സ്വന്തം കുടുംബത്തിലെ അംഗമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവൻ അധംപതിച്ചെങ്കിൽ ഇനി അതിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത്? കൊല്ലുവാൻ കഴിവുള്ള ഒരു രാജ്യം, കൊല്ലുവാൻ കഴിവുള്ള ഒരു ശക്തി, കൊല്ലുവാൻ കഴിവുള്ള ഒരു ആശയം. കൊലപാതകത്തിന് നമുക്ക് നേരിട്ടൊരാളെ അങ്ങ് വിദൂരത്ത് പോയി കൊല്ലാൻ സാധിക്കുമെങ്കിലും പകർച്ചവ്യാധികൾ അഴിച്ചു വിടുക. അപ്പം ആ പകർച്ചവ്യാധി പോയി അനേകരെ കൊന്നിട്ട് വരും. നമ്മൾ കോവിഡിൻ്റെ കാര്യങ്ങൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ അറിവിൻ്റെ വിവിധ തലങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ അറിവിൻ്റെ തലങ്ങൾ നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് സംശയം വേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, അവനെന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഏതാ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അത് ഇങ്ങനെയാണ്, എന്താണ്? വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അടിമകളല്ലാത്ത മനുഷ്യൻ, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നും അകന്നുപോയി. അപ്പോൾ പല ആത്മാക്കളും പല കനികളെയും കൊതിക്കുമ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ ക്രൂരതയുടെ മുഖം, പൈശാചിക മുഖം നമ്മുടെ മുമ്പിലേക്ക് കയറി വരും. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളെ നാം വിരലിൽ എണ്ണി പഠിക്കണം. 2027 എന്തെല്ലാം അപകടങ്ങൾ ഭൂമിയിൽ വരും,
2028 എന്തെല്ലാം പ്രശ്നങ്ങൾ ഭൂമിയിലുണ്ടാകും, 2029 പ്രത്യേകതകൾ എന്തൊക്കെയാണ്, 2030 മഹാവിപത്തുകൾ ഏതൊക്കെ, 2031 എന്തൊക്കെ ഭയാനകമായ സംഭവം ഉണ്ടാകും, 32 എങ്ങനെ പോകും, 33 യുഗം അവസാനിക്കുമ്പോൾ ഈ ലോകം അതിൻ്റെ പശ്ചാത്തലം എവിടെ എത്തും, നാം നമ്മുടെ അവസ്ഥ എവിടെ നിന്ന് കാണണം, നമ്മുടെ ഭവനങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും, ഞാനെന്ന വ്യക്തി എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോഴേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് ഗ്രഹിച്ചു വെച്ച് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ അടിപതറും, നാം വല്ലാതെ വിയർക്കും, വിഷമിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നോ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നിന്നോ ആശയപരമായ കാഴ്ചപ്പാടിൽ നിന്നോ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി കൊണ്ടോ ഡോക്ടറേറ്റിൻ്റെ മഹത്വം കൊണ്ടോ തിയോളജിയുടെ ശക്തി കൊണ്ടോ കണക്കൂട്ടലിനെ കൊണ്ടുകൊണ്ടോ സാമ്പത്തിക പുരോഗതി കൊണ്ടോ 2 നില വാർക്ക് വീട് കൊണ്ടോ വിദേശ വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തിക ഡെപ്പോസിറ്റ് കൊണ്ടോ നമുക്ക് നേടാൻ കഴിയുന്നതല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ നിഗൂഢ തലങ്ങൾ, വിശ്വാസത്തിൻ്റെ തലങ്ങൾ, വിശുദ്ധിയുടെ തലങ്ങൾ, ആത്മീയ ഫലങ്ങൾ, ആത്മീയ സന്തുഷ്ടാവസ്ഥ, ആത്മീയ മഹത്വത്തിൻ്റെ ആ സുഖവും ആനന്ദവും, ഒരു സമാധാനം. ആ സമാധാനം ആധുനിക ലോകത്തിന് കിട്ടുന്നില്ല. കാരണം ആധുനിക ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു സോദോം ഗൊമോറയാണ്. അതിൻ്റെ സോദോം ഗൊമോറയുടെ പൂർണ്ണാവസ്ഥയിലേക്ക് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭയാനകമായ സത്യം മുന്നിൽ വരുമ്പോൾ അവരിങ്ങനെ പറയാണ്, അവർ മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ സർപ്പ ആരാധന എന്ന് പറയുന്നത് വിവാഹം ഇല്ലാത്ത ജീവിതം എന്നാണ്. അല്ലാതെ സർപ്പത്തെ പോയിട്ട് ഇങ്ങനെ ആരാധിച്ചു എന്നല്ല, ഇങ്ങനെ പാമ്പ് പത്തി വിടുത്തുന്ന പാമ്പിനെ പോയി ആരാധിച്ചു എന്നല്ല അറിയപ്പെടും. വിവാഹം എന്ന മഹത്വത്തെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തിയറി, ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാന തിയറി ഒരു വിവാഹമാണ്. വിവാഹം എന്നത് സൃഷ്ടിച്ചതും അതിന് ഭാര്യയും ഭർത്താവിനെ തിരഞ്ഞെടുത്തതും അതിനുവേണ്ട സ്ത്രീയെ പുരുഷനെ തിരഞ്ഞെടുത്തതും അവർക്ക് വേണ്ടുന്ന അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തലവും എല്ലാം നൽകിയ ദൈവമാണ്. ആ ദൈവം കൊടുത്ത മഹത്വത്തെ, ദൈവം പ്രദാനം ചെയ്ത സത്യത്തെ അത് സാത്താൻ സ്വന്തമായി ഏറ്റെടുത്ത് സാത്താൻ്റെ ചേരുവകൾ ചേർത്ത് സാത്താൻ്റെ അശുദ്ധിയും കൂടെ അതിനെ ചേർത്ത് കൊടുത്തപ്പോൾ എന്തായി, ഇത് രണ്ടും കൂടെ യോജിക്കാതെ വന്നു. അപ്പോൾ രണ്ടും പരാജയപ്പെട്ടു. അപ്പോൾ സാത്താൻ്റെ പൈശക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ്? വെളിപാട് 13:4, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. ഇനി മൃഗത്തിന് അധികാരം നൽകുന്നുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് അതിന് മുമ്പേ പറഞ്ഞത് കൊല്ലാനുള്ള അധികാരം ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യിലേക്ക് വരും. അത് ലോകം മുഴുവൻ ഏത് വ്യക്തിയും കൊല്ലാം. അത് യുദ്ധം കൊണ്ടാവാം, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ദൂഷ്യഫലങ്ങൾ കൊണ്ടാവാം, പകർച്ചവ്യാധികൾ കൊണ്ടാവാം, പക്ഷിക്ഷാമം കൊണ്ടാവാം, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാകാം. അങ്ങനെ ഒരു മരണയുഗത്തെ സൃഷ്ടിച്ചെടുക്കുന്ന അത്യന്താധുനിക കാലഘട്ടത്തിൽ നാം ജീവിച്ച് നിസ്സാരമായി ശൂന്യമായി മരിച്ചു പോകാനുള്ളതല്ല. കാരണം വിവാഹ ജീവിതവും അതിൻ്റെ മഹത്വവും നഷ്ടപ്പെടുന്നു എന്നോ അന്ന് പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് തെറ്റും. ആ പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് തെറ്റ് 2028 മുതൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ശരിക്കും പറഞ്ഞാൽ വിരളയിൽ ഉണ്ടാകുന്ന ഒരു 10 വർഷം മുമ്പ് മുതൽ കണക്കൂട്ടിയാൽ 2016 മുതൽ 15 മുതൽ ഈ 2026 കാലഘട്ടം വരെ വന്നപ്പോഴത്തേനും കുടുംബ തകർച്ചയും സഭാ തകർച്ചയും വിശ്വാസ തകർച്ചയും വിശുദ്ധിയുടെ തകർച്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഇനി വരാനിരിക്കുന്നത് വലിയൊരു സർപ്പ ആരാധന ലോകത്ത് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ലോകം ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ വലിയൊരു മൃഗത്തിൻ്റെ ശക്തിയും ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മരണത്തിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ വിവാഹത്തെ ഇല്ലാതെ ആക്കിക്കൊണ്ട്, വിവാഹം എന്ന് പറയുന്നത് ഇല്ലാതെ ആക്കിയെടുത്ത്, എന്നാൽ വിവാഹത്തിലെ എല്ലാ ആസ്വാദനങ്ങളെയും രഹസ്യമായും പരസ്യമായും ആസ്വദിക്കുന്ന ഒരു ദുഷ്ടശക്തിക്ക് ഈ ലോകം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ വിശ്വാസ തത്വസംഹിതകൾ, നമ്മുടെ സഭാചിന്തകൾ, സഭയല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുള്ള ഏത് മതമായാലും അതിനകത്തെല്ലാം ദൈവിക നിയമങ്ങളാണ്. ആ ദൈവിക നിയമങ്ങൾ വിശുദ്ധിയെ സംബന്ധിക്കുന്ന, വിവാഹത്തെ സംബന്ധിക്കുന്ന ആ വിശുദ്ധിയുടെ തലങ്ങളെ എടുത്തു മാറ്റപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട് രൂപപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ഒന്നാണ് സോദോം ഗൊമോറ. ഞാൻ ആവർത്തിച്ച് പറയുന്നു പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സോദോം ഗൊമോറ ഒരു 50% ഭൂമിയിൽ കയറി വന്നു കഴിയും. ബാക്കി 60% ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എത്തപ്പെടും. അത് 2 വർഷത്തിനുള്ളിൽ 40% കവിഞ്ഞുകൊണ്ട് ഈ 2027-28 കാലഘട്ടം വരുമ്പോൾ, 28-29 കാലഘട്ടം വരുമ്പോൾ വലിയ സർപ്പാരാധന ഭൂമിയിൽ വന്നിരിക്കും. അത് അതിൻ്റെ 10 മടങ്ങ്, അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതായത് അണുബോംബ് ഇടുവാൻ തക്ക വിധം ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ മുഴുവനും തകർക്കുവാൻ തക്ക വിധമുള്ള ദൈവകോപത്തിൻ്റെ ആണവ ബോംബുകൾ ഭൂമിയിൽ വീഴത്തക്ക വിധം ചില രാഷ്ട്രങ്ങൾ
അതിൻ്റെ ഒറിജിനൽ സോദോം ഗൊമോറ ഭൂമിയിൽ പ്രദർശിപ്പിക്കും, നിർമ്മിച്ചെടുക്കും. ആ നിർമ്മിച്ചെടുക്കുന്ന മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായിരിക്കും. അത്തരം സാഹചര്യം വരുമ്പോൾ ഒരാണവ യുദ്ധം നമ്മുടെ പടിവാതിൽക്കാണ്, നമ്മുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിരലേൽ എണ്ണാവുന്ന വർഷങ്ങൾ പോലും നമ്മുടെ മുമ്പിലില്ല. അടുത്ത 7 വർഷം എന്ന് പറഞ്ഞാൽ അതിനിർണായകമാണ്. ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി മുമ്പിൽ വന്നു കഴിഞ്ഞ ശേഷം അയ്യോ എന്നൊരു നിലവിളിക്ക് പോലും അവൻ്റെ മുമ്പിൽ സാധ്യതകളില്ല. സെക്കൻഡുകൾ പോലും ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷത്തിന് പോലും ഭയങ്കരമായി വില നൽകേണ്ടി വരുന്ന കാലം നമ്മുടെ മുമ്പിൽ എത്തപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് പറയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അത് സർപ്പത്തെ ആരാധിച്ചു. സർപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് മൃഗത്തെയും ആരാധിച്ചു. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സോദോം ഗൊമോറ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുവാൻ മൃഗത്തിൻ്റെ അധികാരം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രത്തെയും ചൊൽപ്പടിക്ക് നിർത്തുവാൻ, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തെ ആത്മീയ നിയമത്തെ തകർക്കുവാൻ തക്കവിധമുള്ള ശക്തിയുള്ള ഒരു പൈശാചിക തിന്മയുടെ രൂപം ഒരു രാഷ്ട്രം, അതിന് മറ്റൊരു പക്ഷി പറഞ്ഞാൽ എതിർ ക്രിസ്തു എന്ന സംഭവ ലോകത്തേക്ക് വരുവാൻ പടിവാതിലെത്തി എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് രക്ഷ നൽകുവാൻ ഇതെല്ലാം അറിയിച്ചത് ദൈവം തന്നെയാണെങ്കിൽ ദൈവം തന്നെ ഇതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒരുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ ഇതേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷവും യേശു ക്രിസ്തു പരിശുദ്ധാത്മ ലേഖനങ്ങളും പരിശുദ്ധമാവ് ത്രിയേകതയും ത്രിത്വകതയുമായിട്ട്, അല്ലെങ്കിൽ സ്വർഗം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് എഴുതിയതുപോലെയുള്ള വെളിപ്പാടിൻ്റെ പുസ്തകത്തിലെ എല്ലാവിധ ജ്ഞാനവും കൊണ്ട് നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ നമ്മളെ തകർക്കുകയും നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും. കാരണം ജ്ഞാനമില്ലെങ്കിൽ പെട്ടെന്ന് തോൽക്കും. ജ്ഞാനമുണ്ടെങ്കിൽ പോലും തോൽപ്പിക്കാൻ, അറിവിൻ്റെ തലം നമ്മളെ ഒന്ന് തോൽപ്പിക്കാൻ വരുമ്പോൾ ജ്ഞാനമുണ്ടെങ്കിൽ അറിവിൻ്റെ തലത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ജ്ഞാനവും അറിവും, ദൈവജ്ഞാനവും ദൈവിക അറിവും, ദൈവജ്ഞാനത്തിൻ്റെ വിശുദ്ധിയുടെ അറിവും നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പക്ഷത്ത് ആര് നിൽക്കും? യേശു ക്രിസ്തു എന്ന ഏകസത്യ പരമദൈവമായ ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥമായി നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും നമ്മുടെ ചുറ്റിലും നിൽക്കുമ്പോൾ നമുക്ക് ഭയമില്ലാതെ ജീവിക്കുവാൻ സാധിക്കും. അതിന് ആവശ്യമായിട്ടുള്ളത് വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും വിവേകവുമാണ്. ദൈവവചനത്തെ ആധാരമാക്കിയുള്ള വിവേകം നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ലോകത്തിൻ്റെ നടപ്പനുസരിച്ച്, ലോകത്തിൻ്റെ തത്വശാസ്ത്രം അനുസരിച്ച്, ലോകം കാട്ടിത്തരുന്ന വസ്ത്രവും ലോകം കാട്ടിത്തരുന്ന വിദ്യാഭ്യാസവും ലോകം കാട്ടിത്തരുന്ന ആഡംബരങ്ങളും അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇതിനകത്തെ ആദ്യത്തെ അറിവിൻ്റെ തലം. അത് ആർജിക്കുന്നില്ല എങ്കിൽ, അത് നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കുക അസാധ്യമാണ്. അതിനാൽ തൊട്ടുമുമ്പിൽ ഒരു സോദോം ഗൊമോറ ആഗതമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അതിൻ്റെ ശേഷം വരാനിരിക്കുന്ന ഒരു ആണവ യുദ്ധമാണ്. എവിടെ സോദോം ഗൊമോറ കർത്താവ് കാണുന്നുവോ അവിടെ കർത്താവ് തൻ്റെ ആണവ അഗ്നിയെ വർഷിക്കുമെന്നതിന് യാതൊരു സംശയമുണ്ട്. അതിൻ്റെ തുടക്ക സംഭവങ്ങൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അതിനെ പ്രിയ സഹോദരങ്ങളെ, നാം വളരെ ശക്തമായിട്ട് ആത്മീയതലത്തിൽ ഒരുങ്ങേണ്ട ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലൊക്കെയായിട്ട് നമ്മൾ ജ്ഞാനം, നമുക്ക് ഈ ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ എനിക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വന്ന് ധ്യാനം കൂടാൻ മെയ് മാസം 21, 22, 23 തീയതികളിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുമ്പിലുള്ള ഗ്രേസ് മേരി റെസിഡൻസി ബിൽഡിങ്ങിൽ 3-ാം നിലയിൽ നിങ്ങൾക്കായി ധ്യാനങ്ങൾ ഒരുങ്ങുന്നു. വരികയും പ്രാർത്ഥിക്കുകയും ജ്ഞാനം ആർജിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങി പ്രാർത്ഥനാപൂർവമായിരിക്കുക. അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനയെ നമുക്ക് മാറ്റാൻ സാധിക്കാതെ വരും. എന്നാൽ സർവ്വശക്തനായ ഈശോ കൂടെ നിൽക്കണമെങ്കിൽ എവിടെയായാലും, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഈ ഈശോ കൂടെ നിന്ന് യേശു ക്രിസ്തുവിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അപ്പാടെ പാലിക്കേണ്ടി വരും. അതിനകത്ത് അല്പം പോലും മായം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മായമില്ലാതെ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറയണമെങ്കിൽ വിശുദ്ധ ലിഖിതം എന്തു പറയുന്നു അത് പൂർണ്ണമായും പാലിക്കേണ്ടി വരും. അങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നാം വിശുദ്ധഗ്രന്ഥം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്ര ജ്ഞാനത്തിൻ്റെ തലത്തിലുമാണ് വളരെയേറെ പ്രതീകാത്മ അർത്ഥങ്ങൾ കൊണ്ടാണ് വചനങ്ങൾ പ്രത്യേകിച്ചും വെളിപാടുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അത്തരം ക്ലാസ്സുകൾ എടുക്കാൻ കഴിവുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ജ്ഞാനം ലഭിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ നെടുമ്പാശ്ശേരിയിലേക്ക് വിളിക്കുന്നത്. പേരുകൾ ബുക്ക് ചെയ്യുക. ഇനി കുറച്ച് സീറ്റ് കൂടെ ഉണ്ട്. അത് ഒരു മാസം കൂടെ ഉള്ളതുകൊണ്ട് ആളുകൾ ബുക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ കുറേ ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനെ പ്രിയപ്പെട്ടവരെ കഴിയുന്നത്ര ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ട് ധ്യാനം ബുക്ക് ചെയ്തുകൊണ്ട് അതിനായിട്ട് വരാൻ ഒരുങ്ങുക. അതിനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അതിനായിട്ട് ഇപ്പം മുതലേ ഒരുങ്ങണം. പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് ഒരുങ്ങുക. പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുക. അതിൻ്റെ ജ്ഞാനത്തെ ആർജിക്കാൻ വേണ്ടി, ശക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അതിന് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾ ആത്മീയ തലത്തിലും അറിവിൻ്റെ തലത്തിലും സ്വീകരിച്ച് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ നാം ഒരുങ്ങി വരാൻ തയ്യാറായിട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ
ഏൽക്കുന്ന പിന്നീട് പരാജയപ്പെട്ട ജാതി ആ പരാജയത്തിന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങൾ ബോധപൂർവ്വം ഓർത്തിരിക്കണം. കാരണം നമ്മളെ ഒരുക്കാൻ നമ്മുടെ മുമ്പിൽ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ സഭ പഠിപ്പിക്കും, സഭ ഏറ്റെടുക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ബുദ്ധി ചിന്തിക്കും. ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരുക്കുവാൻ, ഇത്തരം കാര്യങ്ങളെ ദൈവം ഏൽപ്പിച്ച വ്യക്തിക്ക് മാത്രമേ ഒരുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, അവർ ആ മൃഗത്തെക്കുറിച്ച് ഭൂമി വഴി ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ആ മൃഗത്തിൻ്റെ അധികാരം വളരെ വലുതാണ്, വളരെ വിപുലമാണ്. അത് 3.5 വർഷം ലോകത്തെ ഭരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഭരണമാണെങ്കിൽ അത് ഉഗ്രപീഡനമായി വിസ്തൃതി എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ രക്ഷപ്പെടുന്നതിനും സംരക്ഷണം ലഭിക്കുന്നതിനും കർത്താവായ യേശുവിന് കൂടുതലുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെയേറെ വിഷമിക്കുന്ന അവസ്ഥ വരും. അതിനെ പ്രിയ സഹോദരങ്ങളെ, അതിനായിട്ട് ഒരുങ്ങുക. അതിനായിട്ട് നമ്മെ ഒരു സമൃദ്ധമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാട്ടെ. സർവശക്തനായ യേശുക്രിസ്തു തിരുവചനങ്ങൾ, തിരുലിഖിതങ്ങൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ ഹൃദയപൂർവ്വം സ്ഥാപിക്കാൻ ഇടവരട്ടെ. ഓരോ വചനം ഏറ്റുചൊല്ലി അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ നിഗൂഢതകളെ കണ്ടെത്താൻ നമുക്കിടവരട്ടെ. ഓരോ വചനങ്ങൾ ആവർത്തിച്ചൊല്ലി അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിൽ അറിയാൻ നമുക്കിടവരട്ടെ. അതിനായുള്ള പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ആരാധനകൾ, ഉപസാരങ്ങൾ, നിയോഗങ്ങൾ, അതിനുള്ള ശുശ്രൂഷകൾ എല്ലാം നമുക്ക് കണ്ടും കേട്ടും സംബന്ധിച്ചും കൂടി നമുക്ക് ആത്മീയ മഹത്വമുള്ളവരായിട്ട് മാറാം. പൈശാചികൾ പിടുത്തുനിന്ന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അനേകം പൈശാചി പിടുത്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും, നാം പരാജയപ്പെടും. അതിനെ പ്രിയപ്പെട്ടവരെ, നമുക്കടുത്ത ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി തയ്യാറാവുക. പെട്ടെന്ന് വിളിച്ച് ധ്യാനം ബുക്ക് ചെയ്യുക. അതിനെ നമ്മൾ സമൃദ്ധമായി യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.